പാരഡൈസ് ബീച്ചിലെത്തിയിരിക്കുന്നു. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇവിടെ ആയിരുന്നു. ഇനി പാരഡൈസ് ബീച്ചിൽ കുറച്ചു നേരം നിന്ന ശേഷം നേരെ അടുത്ത ബീച്ചിലേക്ക്. കുറേ കാണാൻ പാരഡൈസ് ബീച്ച്. ഇനി ഇവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നെക്സ്റ്റ് നേരെ പോകാൻ പോകുന്നത് ഹാഫ് മൂൺ ബീച്ച്. സോ പാരഡൈസ് ബീച്ചിൽ വന്നിട്ട് ബാക്കിൽ കാണുന്ന ഒരു ഫുഡ് സ്റ്റോളിൽ നിന്ന് നല്ല തട്ടുകടയിൽ നിന്ന് ഒരു ജ്യൂസ് കുടിച്ചു. തണ്ണിമത്തൻ ജ്യൂസാണ്. അത് വില വെച്ചപ്പോൾ പറഞ്ഞാൽ 40 രൂപ പെർ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കാൻ സമയം ഇപ്പം 100 രൂപ വെച്ച് വാങ്ങിച്ചു നമ്മളതിൽ നിന്ന്. പിന്നെ തർക്കിക്കാൻ നിൽക്കാൻ തോന്നിയില്ല, പൈസ കൊടുത്തു. ഇനിയിപ്പോൾ നേരെ പോകുന്ന ഹാഫ് മൂൺ ബീച്ചിലേക്കുള്ള ട്രക്കിങ്ങാണ്. പോകുന്ന വഴിയിൽ ഒരു ഹെൽ ക്ലിഫ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അല്ലെങ്കിൽ സ്മാൾ ഹെൽ ബീച്ച് എന്നോ അങ്ങനെ എന്തൊരു സംഭവമുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് വെയില ഈ കാണുന്ന വഴി കൂടെയൊക്കെയാണ് പോകേണ്ടത്. ഇതാണെന്നാണ് ഹെൽ ക്ലിഫ്. ഇവിടുത്തെ ട്രക്കിംഗ് കടുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ. പാരഡൈസ് ബീച്ചിൽ നിന്ന് ഹാഫ് മൂൺ ബീച്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ട്രക്കിങ്ങാണ്. ഇത്രയും സൈഡ് കടലിൻ്റെ സൈഡിൽ കൂടെ കയറിക്കൊണ്ടിരുന്നത്. അവിടെ ഒന്നും ഫോൺ യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. ഫോണൊക്കെ വെച്ച് കൈയും കാലും എല്ലാം യൂസ് ചെയ്തിട്ട് അവന് കയറുന്നത്. ഇപ്പോൾ കുഴപ്പമില്ല, ഒരു കാടിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത്. ഹെവി ഹെവി ഹെവി.
സൈഡ് എന്ന് പറയുന്ന ബീച്ചാ, എന്താ മേളിൽ കയറിയ സൈഡ് ബീച്ചാ. നമ്മുടെ നെക്സ്റ്റ് ചെക്ക് പോയിൻ്റായ ഹാഫ് മൂൺ ബീച്ച് എത്താറായി. അത് കാണുന്നുണ്ട്, കാണുന്നത് തന്നെയാണ് ഹാഫ് മൂൺ ബീച്ച്. സോ നേരെ അങ്ങോട്ട്. നമ്മളതിനെ ഹാഫ് മൂൺ ബീച്ച് എത്തി. നല്ല ചൂടുണ്ട്, വെയിലും കൂടെ ആയപ്പോൾ നല്ല ഇതുണ്ട്. പിന്നെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ, കമ്പയർ ടു അതർ ബീച്ച്. പാരഡൈസ് ബീച്ചിൽ ഇറങ്ങാൻ പാടില്ല എന്നുണ്ട്, പക്ഷേ ഇവിടെ ഒരുപാട് ഫെറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കുറച്ച് ആൾക്കാർ കൂടുതൽ വെള്ളത്തിൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാഫ് മൂണിൽ നമ്മൾ ടൈമൊന്നും സ്പെൻഡ് ചെയ്യുന്നില്ല. സോ അടുത്ത് നേരെ നമ്മൾ ഈ ഓം ബീച്ചിലേക്ക് പോവുക. പക്ഷേ ഹാഫ് മൂൺ ബീച്ചിൽ ഇവിടെ ക്ലിഫിൽ കയറി ചെയ്യുന്നാൽ ചിലപ്പം ഡോൾഫിനെ കാണാൻ പറ്റും. ഈ ഫെറി എടുക്കുന്നവരെയൊക്കെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഡോൾഫിനെ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും പോകുന്നതൊക്കെ. അങ്ങനെയൊക്കെ ആർട്ടിക്കിളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനി നേരെ നമ്മളിനി ഓം ബീച്ചിലേക്കാണ് അടുത്ത ട്രക്കിംഗ് ഒക്കെ ഹെവി ആട്ടോ. ട്രക്കിങ് ചെയ്ത് ഹാഫ് മൂൺ ബീച്ചിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അത് കുറച്ച് കയറ്റുണ്ടായിരുന്നു എങ്കിലും കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തിക്കുന്ന ഓം ബീച്ചാണ് എൻ്റെ ഫ്രണ്ടിലിപ്പോൾ. സോ നമ്മൾ നേരെ ഓം ബീച്ചിലെത്തിയായിരുന്നു. ഓം ബീച്ചിൻ്റെ ചൂടിലിറങ്ങിയപ്പോഴാണ് ശരിക്കും
ഒരു ക്ലിഫ് ഉണ്ടായിരുന്നു. അവിടെയാണ് നമുക്ക് ഈ ഓം എന്ന് എഴുതിക്കുന്ന വ്യൂ കാണാൻ പറ്റുന്നത്. എഴുതിക്കുന്നില്ല, ആ നേച്ചറിൽ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവം കാണാൻ പറ്റുക. പിന്നെ നമ്മൾ തിരിച്ച് ക്ലൈംബ് ചെയ്തു നേരെ ആ വ്യൂ പോയിന്റിലോട്ട് പോവാ. നേരെ ക്ലിഫിൽ പോയിട്ട് ഓം ബീച്ചിൻ്റെ ഓം കാണാൻ വേണ്ടി ശ്രമിച്ചു. ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കുറച്ചുകൂടെ ഹൈറ്റ് വേണമായിരുന്നു ക്ലിഫിലെങ്കിലേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വ്യൂസ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ തിരിച്ച് ഓം ബീച്ചിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന വഴിയെല്ലാം തോന്നുന്നു. കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോവുക. ഓം ബീച്ചിൽ വന്നു. ഓം ബീച്ചിൽ വന്നിട്ട് ഇപ്പോൾ കാലൊക്കെ നനച്ച് നടക്കുക. കുഴപ്പമില്ല, കാലൊക്കെ നനച്ച് നടക്കുക. തപ്പൊക്കെ കൊള്ളാം കേട്ടോ. അവിടെ ഇവിടെ ഓം ബീച്ച് അത്യാവശ്യം ബിസിയാണ് കേട്ടോ. ആക്ടിവിറ്റീസ് ഒന്നും ഇപ്പോൾ നിൽക്കുന്നിടത്തില്ലെങ്കിലും ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ കുറേ സൺബാത്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഫോറിനേഴ്സാണ് കൂടുതലും ഇപ്പോൾ ഇവിടെ. നല്ല വൈബാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ഓം ബീച്ചിൽ വന്ന് കുറച്ച് നേരമൊക്കെ നമ്മൾ ഈ കാണുന്ന കഫേയിൽ കയറിയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തു. കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് വാങ്ങിച്ച് കഴിച്ചിട്ട് ഇനിയിപ്പോൾ അടുത്ത് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അടുത്തിന് കുറഞ്ഞത് ഒരു 7 കിലോമീറ്റർ ഇനിയും നടക്കാനുണ്ട് ട്രക്കിംഗ് ആയിട്ട്. ലെറ്റ്സ് സീ. ഇപ്പോൾ ആദ്യത്തെ ഓം ബീച്ച് ഉണ്ടല്ലോ, ഓം ബീച്ചിൽ ആദ്യത്തെ സെക്ഷനിൽ ഫുള്ള് ഫോറിനേഴ്സാണ്. അത് കഴിഞ്ഞ് അടുത്ത ഇതിലേക്ക് വരുമ്പോൾ ഫുള്ള് ഇന്ത്യൻസാണ്. ഇവിടെ തന്നെ കുറേ കച്ചവടങ്ങളും കാര്യങ്ങളും ഉണ്ട്. പാരാസൈലിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കോസ്റ്റ് ഒന്നും നോക്കില്ല, ഓൾമോസ്റ്റ് 3000 റുപ്പീസൊക്കെ ആവും. പിന്നെ ഒരുപാട് സെയിൽസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ കുറേ കൂടെ ക്രൗഡഡാണ്.
അങ്ങനെ ഓം ബീച്ചിൽ നിന്ന് ട്രക്കിംഗ് എടുത്ത് റീസ്റ്റാർട്ട് ചെയ്തു. നേരെ പോകുന്ന കടൽ ബീച്ച് എന്ന് പറയുന്ന അടുത്താണ്. ഇവിടെ കുറച്ച് ദൂരമുണ്ട്. ഒരു ആൾമോസ്റ്റ് 5 to 6 കിലോമീറ്റർ ടോട്ടൽ ഓവറോൾ വരും. ഇതിലൊരു 4 കിലോമീറ്ററോളം വരും ഈ ട്രക്കിംഗ്. സോ ഇപ്പോൾ നേരെ ഇനി അങ്ങോട്ടാണ്. പക്ഷേ നമ്മൾ വിചാരിച്ച വലിയ ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. 1 കിലോമീറ്ററിനകത്തല്ലേ വരുള്ളൂ. എന്നാൽ 1 കിലോമീറ്റർ അടുപ്പിച്ച് അത്ര ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ നേരെ എത്തി. സോ ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ചെക്ക് പോയിന്റ്. ഇനി നേരെ പോകേണ്ടത് മെയിൻ ഗോകർണ ബീച്ചിലേക്കാണ്. അത് അത്യാവശ്യം ദൂരം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കടൽ ബീച്ച്, ഓം ബീച്ച് നമ്മൾ കണ്ട അത്രയും ക്രൗഡഡ് ഒന്നുമല്ല. എങ്കിലും ആൾക്കാരുണ്ട്. കുറച്ച് വലിയ ബിഗ് ബീച്ചാണ്. ആൾക്കാരൊക്കെ ഉണ്ട്. ഫോറിനേഴ്സ് അത് കുറവാണ്. ഇന്ത്യയിലുള്ള ആൾക്കാർ തന്നെ തോന്നുന്നു കൂടുതലും. പിന്നെ ഇവിടെ ഒരുപാട് കഫേസൊക്കെ ഉണ്ട്. ഇവിടെ ആക്ടിവിറ്റിയുടെ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. പക്ഷേ ഇവിടെ ആക്ടിവിറ്റീസ് ഒന്നും എല്ലാവരും ചെയ്യുന്നില്ല. ചിലപ്പോൾ ഈവനിങ് ആയിരിക്കും കൂടുതൽ ആക്റ്റീവ് ആവുക. അങ്ങനെ കടൽ ബീച്ചിൽ കൂടെ അങ്ങറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് കടൽ ബീച്ച് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് ഇനി അടുത്തിന് നേരെ പോകേണ്ടത് മെയിൻ ബീച്ചിലേക്കാണ്. ഗോകർണ മെയിൻ ബീച്ച്. അപ്പോൾ അതാണ് നമ്മുടെ ലാസ്റ്റ് ചെക്ക് പോയിന്റ്. അപ്പോൾ അതെത്തിക്കഴിഞ്ഞാൽ ട്രക്കിംഗ് കംപ്ലീറ്റ്. ഇതിപ്പോൾ മെയിൻ ഗോകർണ ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വഴിയെത്തി എന്നുള്ള ഉറപ്പാണ്. കാരണം ബീച്ച് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് നേരെ വന്നിട്ട് നമ്മളുടെ ഒരു എന്താ മാർക്കറ്റോ സിറ്റിയോ ആ ലെവലോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ഭയങ്കര കോസ്റ്റ്ലിയാണ്. സോ അങ്ങനെ അവസാനം ഗോകർണ മെയിൻ ബീച്ചിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ ഭയങ്കര തിരക്കും ക്രൗഡും. പക്കാ കൊമേഴ്ഷ്യൽ ഏരിയ.
ഒരുപാട് സ്റ്റോൾസ്, ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല റേറ്റ് ഉണ്ട്. മെയിൻ ബീച്ചിൽ കുറേ നേരത്തെ സമയം ചിലവഴിച്ച ശേഷം ശ്രീകാന്തും ഇതിനും കുളിച്ചു. അവർ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വന്നു. ഞാനും വിവേകമൊക്കെ പുറത്തിരിക്കുകയായിരുന്നു, മീൻസ് മണലിരിക്കുകയായിരുന്നു. ഇനി നേരെ റൂമിൽ പോകണം, ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷായിട്ട് നൈറ്റ് ലൈഫ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് പുറത്തിറങ്ങി നോക്കണം. സോ ഇന്നെല്ലാം കൂടെ ഞങ്ങളൊരു 12 കിലോമീറ്റർ മാത്രം ട്രക്ക് ചെയ്തു. ഒരു 6 ബീച്ചസിലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പറയടാ ശ്രീകാന്ത്, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. വിചാരിച്ചില്ല 12 കിലോമീറ്റർ തീർക്കാൻ പറ്റുമെന്ന്, പക്ഷേ വളരെ അടിപൊളിയായിട്ട് തീർക്കാൻ പറ്റി. അതന്നെ വലിയ കാര്യം. സൂപ്പറായിരുന്നു, വണ്ടർഫുൾ എക്സ്പീരിയൻസ്, മസ്റ്റാണ്. അതെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെൽക്കം ബീച്ചിൽ നിന്ന്, അവിടെ നിന്ന് പാരഡൈസ് ബീച്ച്, ഹാഫ് മൂണിൽ നിന്ന് വോം ബീച്ച്, പിന്നെ കടൽ ബീച്ച്, പിന്നെ ഗോകർണ മെയിൻ ബീച്ച്, എല്ലാം കൂടെ ഒരു 10-12 കിലോമീറ്റർ ട്രക്കിംഗ് മീൻസ് ക്ലിഫിൽ കൂടെയൊക്കെ നടക്കാൻ പറ്റുന്നതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. സോ അതിന് നേരെ പോയി ഒന്ന് റൂമിൽ പോയി ഒന്ന് ഫ്രഷായി ഒന്ന് സ്കെച്ചൊക്കെ ചെയ്യാം. റൂമിൽ വന്ന് കുറച്ച് ഫ്രഷൊക്കെ ആയ ശേഷം ഇന്ന് പുറത്തിറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം. ഫസ്റ്റ് നേരെ ഫുഡ് കഴിക്കുക, പിന്നെ നൈറ്റ് ലൈഫോ അങ്ങനെ എന്തെങ്കിലും ബീച്ചുകളിൽ ഉണ്ടോ എന്ന് പോയി നോക്കണം. അതിന് മുമ്പ് റെൻറ്റ് ബൈക്ക് എടുക്കണം. നാളെ യാനാക്കേ പോകാനാണ് പ്ലാൻ. സോ നോക്കട്ടെ. വന്നിട്ട് ഇവിടെ റെൻറ്റിനെടുത്ത സ്കൂട്ടർ 500 പെർ ഡേ ആണ്. നമ്മൾ 1 ദിവസമൊക്കെ എടുത്തിരിക്കുന്നത്. യാനാ കേവ് പോകണം, പിന്നെ അതിനടുത്തുള്ള കുറച്ച് വേറെ അതിനടുത്ത് ബ്ലോക്കല്ല ഇപ്പോൾ മാറിയിട്ടുണ്ട്. സോ അന്ന് പെട്രോൾ അടിക്കണം. നേരെ പെട്രോൾ അടിക്കാൻ പോവാം.